ഹലോ തുടങ്ങാം നമുക്ക്. അടുത്ത ടോപ്പിക് ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയസ് വെക്ടർ. സ്ക്രീൻ കാണുന്നില്ലായിരുന്നു. കാണുന്നില്ല. ഓ ക്ലിയർ അല്ലേ അപ്പൊ? അടുത്ത ടോപ്പിക് ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയസ് വെക്ടർ ആൻഡ് ടാൻജന്റ്. ഇവിടെ ആംഗിൾ ബിറ്റ്വീൻ അതിന്റെ ഒരു ഇക്വേഷൻ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയട്ടെ. അതായത് റേഡിയസ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയസ് വെക്ടർ ആൻഡ് ടാൻജന്റ് ആണ്. അപ്പൊ റേഡിയസ് വെക്ടർ ആൻഡ് ടാൻജന്റിന്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ആർ എന്ന് പറയുന്നത് എഫ് ഓഫ് തീറ്റ ആണെന്ന് കണക്കാക്കാം. അപ്പൊ പോളാർ കോർഡിനേറ്റ്സിന്റെ കേസ് ആണ് പറയുന്നത്. അപ്പൊ ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് വെക്ടറും അതിന്റെ ടാൻജന്റും ഒരു പോയിന്റിൽ വരുന്നത് നമുക്ക് ഇക്വേഷൻ ആയിട്ട് പറയുന്നത് ടാൻ ആൽഫ ഈക്വൽ ടു ആർ ബൈ ടി ആർ ടി തീറ്റയാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് എടുത്താൽ കോട്ട് ആൽഫ കിട്ടും. അതായത് ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ ആർ ബൈ ഡി ആർ ബൈ ടി തീറ്റ. കോട്ട് ആൽഫ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് എടുക്കുക. അപ്പൊ നമുക്ക് 1/r ഇൻറ്റു ഡി ആർ ബൈ ഡി തീറ്റ വരും. ഒരു ഇക്വേഷൻ ആണ് അത്. ഇത് ഒന്നില്ലെങ്കിൽ ടാൻ ആൽഫ ആണ് അല്ലെങ്കിൽ കോട്ട് ആൽഫ ആണ്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയൽ ഡിസ്റ്റൻസ് ആണ് ആർ. ഡി ആർ എന്ന് പറഞ്ഞാൽ ആറിന്റെ ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു തീറ്റയുടെ. അതായത് നമുക്കിപ്പോ പോളാർ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് വെക്ടറും ടാൻജന്റും. അത് ഒറ്റ പോയിന്റിൽ വരുന്ന ഇക്വേഷൻ നമുക്ക് പറയുന്നത് ടാൻ ആൽഫ. ടാൻ ആൽഫ ഈക്വൽ ടു ആർ ബൈ ഡി ആർ ബൈ ഡി തീറ്റ. അതല്ലെങ്കിൽ നമുക്ക് ടാന്റെ കേസിലാണ് ഇങ്ങനെ കൊടുക്കുക. കോട്ടിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 1/r ഡി ആർ ബൈ ഡി തീറ്റ. ഇതിന്റെ റിസ്പോക്കിൽ എടുത്താൽ കോട്ടിന്റെ കേസായി. അപ്പൊ 1/r ഇൻറ്റു ഡി ആർ ബൈ ഡി തീറ്റ. അപ്പൊ 1/r ഡി ആർ ഇൻറ്റു ഡി തീറ്റ എന്ന് പറയുന്നത് കോട്ട് ആൽഫ ആയിരിക്കും. ആർ ബൈ ഡി ആർ ബൈ ഡി തീറ്റ എന്ന് പറയുന്നത് ടാൻ ആൽഫ ആയിരിക്കും. ആർ എന്ന് പറയുന്നത് റേഡിയൽ ഡിസ്റ്റൻസും അത് ആർ ബൈ ഡി ആർ ബൈ ഡി തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുന്നു ആറിനെ. ആൽഫയാണ് നമ്മുടെ ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയസ് വെക്ടർ ആൻഡ് ടാൻജന്റ് ഒക്കെ പോയിന്റ് എന്ന് പറയുന്നത് ആൽഫയാണ്. അപ്പൊ ഇത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചാൽ ആറ് തന്നിട്ടുണ്ടാവും. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് വെക്ടർ ആൻഡ് ടാൻജന്റ്. അപ്പൊ തന്നിരിക്കുന്ന ആറ് വെച്ചുകൊണ്ട് റേഡിയസ് വെക്ടറിന്റെ ടാൻജന്റും റേഡിയസ് വെക്ടറും കാണാനും പറയണ ആംഗിളിന്റെ. അപ്പൊ ആറ് തന്നിരിക്കുന്നത് എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്നാണ്. നമുക്ക് ഈ ഇക്വേഷനെ രണ്ട് സൈഡിലും ലോഗ് കൊടുക്കാനാണ് പറയണം. ലോഗരിതം കൊടുക്കാനാണ് പറയണം. അത് ഇക്വേഷന്റെ ആറിന്റെ കൂടെ ലോഗ് കൊടുക്കുക. അപ്പൊ ലോഗ് ആറായി. ഇപ്പുറത്തെ സൈഡിൽ കൊടുക്കുമ്പോൾ ലോഗ് എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടും. ഈ ഇക്വേഷനിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ കൊടുത്തു. ഈ ഇക്വേഷനിൽ ഇവിടെ ലോഗ് എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്നുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഒരു ഇക്വേഷന്റെ ഫോം ഉണ്ട്. അത് മൾട്ടിപ്ലിക്കേഷൻ ആവുമ്പോൾ ലോഗരിതം ടേമിന്റെ ഇക്വേഷൻ ആണ് ലോഗ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ടേമിന് നമുക്ക് ഒന്നും കൂടി ഇതിന് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ടേം ആക്കാൻ പറ്റും. അപ്പൊ ലോഗ് ആർ ഇസ് ഈക്വൽ ടു ലോഗ് ഇൻറ്റു എ പ്ലസ് ലോഗ് 1 മൈനസ് കോസ് തീറ്റ എന്ന് രണ്ട് സെപ്പറേറ്റ് ടേം ആക്കി മാറ്റാൻ പറ്റും ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട്. ഇതുവരെ ക്ലിയർ ആണോ? മനസ്സിലായില്ല? അങ്ങനെ എഴുതി കാണിച്ചു തരാം. നമ്മുടെ ക്വസ്റ്റ്യൻ ആറ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്നാണ്. ഇതിന്റെ രണ്ട് സൈഡിലും ലോഗരിതം കൊടുക്കാനാണ് പറയുന്നത്. ലോഗ് കൊടുക്കുക രണ്ട് സൈഡിലും. അപ്പൊ ഇവിടെയും കൊടുക്കണം. ഈക്വലിന് അപ്പുറത്തും ഇപ്പുറത്തും ലോഗ് കൊടുക്കാം. അപ്പൊ ആദ്യത്തെ ടേം വരുമ്പോ ലോഗ് ആർ ഈക്വൽ ടു ലോഗ് എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് വരും. ഇനി ഈ ടേമില്ലേ ഇവിടെ നമുക്ക് ഇത് ലോഗിന്റെ ഉള്ളിൽ എ എന്നുള്ള ഒരു ടേമും ഈ ബ്രാക്കറ്റിലുള്ള ടേം വേറൊരു ടേമാണ്. രണ്ട് ടേമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ഇക്വേഷൻ മുന്നേ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ലോഗ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാല് ലോഗ്
ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് എഴുതാണ്. ലോഗ് എ ഇൻറ്റു ബി എന്ന് പറയുന്നത്, ഈ എ ഇൻറ്റു ബി എന്ന് പറയുന്നതിനെ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് എയും ഇത് ബി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നുള്ള ടേമിന് ഇക്വേഷൻ അങ്ങനെ എഴുതാമെന്ന് പറയണേ. അപ്പൊ ലോഗ് എ പ്ലസ് അടുത്ത ടേം വരുമ്പോ ലോഗ് 1 മൈനസ് കോസ് തീറ്റ എന്ന് എഴുതാം. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അതാണ് നമ്മളിവിടെ ഇവിടെ വരെ എഴുതിയത്. ഇനി നമ്മളോട് പറഞ്ഞേക്കാൻ ഡിഫറൻസിയേഷൻ ചെയ്യാൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റ. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന നോക്കിയ തീറ്റയുടെ ടേമാണ്. അപ്പൊ തീറ്റയുടെ ടേമിൽ നമുക്ക് ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യാനാ പറഞ്ഞേക്കണം. അപ്പൊ ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് ഡി ആറിനെ തീറ്റ ഉപയോഗിച്ച് ഡിഫറൻസിയേഷൻ ചെയ്യാം. അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാം. അപ്പൊ നമുക്ക് ഇവിടെ ലോഗ് ആറിനെ ചെയ്യുന്ന സമയത്ത് ലോഗ് ആർ എന്ന് വെച്ചാൽ ലോഗ് എക്സ് എന്ന് വെച്ചാൽ 1/x ആണ്. ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 1/x ആണ്. അത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. ലോഗ് എക്സിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1/x എന്ന് പറയും. അപ്പൊ നമുക്കിവിടെ എക്സിന് പകരം ഇവിടെ ആറാണ്, അതുകൊണ്ട് ഇവിടെ 6 കിട്ടി. പക്ഷെ ഇവിടെ തീറ്റയുടെ പേരിലാണ് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്നതാണ് ഇവിടെ എഴുതി വെച്ചേക്കണം. തീറ്റയുടെ പേരിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 6 ഉള്ളൂ. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് dr/dθ എന്ന് എഴുതാം. അങ്ങനെയാണ് ഈ ടേം കിട്ടുന്നത്. അതായത് 1/xനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1/x ലോഗ് എക്സിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1/x എന്ന് കിട്ടും. അതിന്റെ കൂടെ ഇവിടെ തീറ്റയുടെ ടേമിലാണ് കൊടുക്കുന്നത്. 6 തീറ്റയുടെ ടേമിലാണ് ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് തീറ്റ ഇല്ല, അതിന്റെ പേരിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, dr/dθ കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ടേം കിട്ടും ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ. ഇത് ക്ലിയർ ആണോ? അതെ. ഇനി ഇപ്പുറത്ത് നോക്കി, ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കാം. ഇപ്പുറത്തെ ലോഗ് എ ആണ്. ലോഗ് എനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. ഇതൊരു കോൺസ്റ്റന്റ് ടേം ആണ്. കോൺസ്റ്റന്റ് ടേമിന്റെ ഡിഫറൻസിയേഷൻ ചെയ്ത് നമുക്ക് 0 വരും. അപ്പൊ ഇത് 0 ആയിട്ട് പോയി. ഇനി ഈ ടേം, അതായത് ഈ ടേമിന് ഇത് ലോഗ് എക്സ് എന്നുള്ള ടേം ആയിട്ട് എടുക്കുന്നത്. മൊത്തം എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 1/x എന്ന് കിട്ടും. അപ്പൊ 1/x ഈ ടേം അങ്ങനെ തന്നെ ഇത് എക്സ് ആയിട്ട് എടുത്ത് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യണം. ചെയിൻ റൂൾ ആണ് നമ്മളോട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ചെയിൻ റൂൾ വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ ലോഗ് 1 മൈനസ് കോസ് തീറ്റ എന്നുള്ള ഈ ടേമിന് മൊത്തം എക്സ് ആയിട്ട് എടുക്കാം. അതായത് ഈ ടേം മൊത്തം എക്സ് ആണെന്ന രീതിയിൽ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യാൻ പോകണം. അങ്ങനെയാണെങ്കിൽ ലോഗ് എക്സ് എന്നുള്ളത് നമുക്ക് 1/x എന്നുള്ള ടേം അല്ലേ കിട്ടാം. എക്സിന് പകരം നമുക്ക് കൂടി ഉണ്ടായിരുന്ന എന്താണോ അത് തന്നെ കൊടുക്കുക. അപ്പൊ 1 കോസ് തീറ്റ എന്ന് ഇവിടെ കിട്ടും. അതാണ് ഇവിടെ 1 കോസ് തീറ്റ എന്ന് കിട്ടിയത്. അതിനുശേഷം ഈ ടേമിന് ഈ കോസ് തീറ്റയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യണതിനാ ഇത് എക്സ് എന്ന ടേമായിട്ട് എടുത്തേക്കുന്നത്. ഇനി അതിനെ സെപ്പറേറ്റ് ആക്കി 1 മൈനസ് കോസ് തീറ്റ എന്നുള്ള ടേം ആക്കാം. 1നെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 0 ആയിട്ട് പോകും. മൈനസ് അങ്ങനെ തന്നെ വരും. കോസ് തീറ്റനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ മൈനസ് സൈൻ തീറ്റ വരും. ഈ കോസ് തീറ്റനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ മൈനസ് സൈൻ തീറ്റ വരും. ഈ മൈനസ് കൊണ്ട് പ്ലസ് ആവും. ഈ 1നായിട്ട് ഈ സൈൻ തീറ്റനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പൊ 1/r ഇൻറ്റു dr/dθ ഈക്വൽ ടു സൈൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് കോസ് തീറ്റ. ഇവിടെ വരെ ക്ലിയർ ആണോ? ഡിഫറൻഷിയേറ്റ് ചെയ്തത് മനസ്സിലായി. അത് കഴിഞ്ഞിട്ടുള്ള എങ്ങനെ? അതായത് ഇവിടെ ഈ ടേമിന് ഇവിടെ തന്നെ കാണിച്ചു തരാം. അത് റൈറ്റ് സൈഡിൽ ലോഗ് ആറിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1/r വരും. അതിന്റെ കൂടെ തീറ്റയുടെ ടേമിലാണ് ഡിഫറൻസിയേഷൻ ചെയ്തുകൊണ്ട് അവിടെ dr/dθ വരും. ഇവിടെ നമുക്ക് തീറ്റ ഇല്ല, അതുകൊണ്ടാണ് ഈ dr/dθ ഇതിന്റെ കൂടെ വരുന്നത്.
ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരാം. ഇപ്പുറത്തെ സൈഡ് ലോഗ് എ ആണ്. ലോഗ് എ ഡിഫറൻസിയേഷൻ ചെയ്ത് നോക്കുക 0 ആയിട്ട് പോകും. ഇനി ഈ ടേമിൽ അപ്പൊ ലോഗ് എ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടേം വരുന്നത് ലോഗ് 1 ലോഗ് ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ആണ്. അപ്പൊ ലോഗ് 1 ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്നാണ് ഒറ്റ ടേം. ഇതിന് ഒറ്റ ടേം ആയിട്ട് എടുക്കാം. നമുക്ക് ഇത്രയും വലിയ ടേമിന് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനെ എക്സ് എന്ന കൺസിഡറേഷനിൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ലോഗ് എക്സ് എന്ന് പറയുന്നത് 1/x ആണ്. ഈ എക്സിന് പകരം നമുക്ക് ഇവിടെ എന്താണ് നമ്മൾ എടുത്തത് ആ ടേം തന്നെ എഴുതാം. അങ്ങനെയാണ് നമുക്കിത് 1 ഇവിടെ ഈ 1/1 മൈനസ് കോസ് തീറ്റ അങ്ങനെ തന്നെ എഴുതി. 1/1 ഇവിടെ താഴെ വന്നിട്ട് 1/1 മൈനസ് കോസ് തീറ്റ ആണ് കിട്ടുന്നത്. ഇനി ഉള്ളിലത്തെ ടേം ഇത് ഇവിടെ വരെ കഴിഞ്ഞു. അപ്പം ചെയിൻ റൂൾ ഇങ്ങനെ 2 പ്രാവശ്യം കൊടുക്കുന്നതിനാണ് ഈ ചെയിൻ റൂൾ എന്ന് പറയാം. ഇവിടെ ഒരു പ്രാവശ്യം എക്സാക്ട് എടുത്തുകൊണ്ട് ഒരു ഡിഫറൻസിയേഷൻ ചെയ്തു, വീണ്ടും ഇതിനെ വീണ്ടും ഡിഫറൻസിയേഷൻ ചെയ്യണം. അതാണ് അങ്ങനെ വരുമ്പോൾ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന്, അതിനെയാണ് ചെയിൻ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചെയിൻ റൂൾ ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ലോഗ് എക്സിനെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ 1/1 മൈനസ് കോസ് തീറ്റ കിട്ടും. അതിനുശേഷം ഈ ടേമിന് എടുക്കാം. ഇതിൽ 1 കോൺസ്റ്റന്റ് ആണ്. 1നെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 0 വരും. ഈ ഓൾറെഡി 1 മൈനസ് അങ്ങനെ കൊടുക്കുക. കോസ് തീറ്റനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ മൈനസ് സൈൻ തീറ്റ വരും. ഈ 2 മൈനസും കൂടി വരുമ്പോൾ ഇത് പ്ലസ് ആയി. അപ്പൊ നമുക്ക് ഇവിടത്തെ 1നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു സൈൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് കോസ് തീറ്റ ആണ് കിട്ടും. ഇതുവരെ ഇപ്പൊ ക്ലിയർ ആണോ? അതെ ക്ലിയർ ആണ്. ഇനി ഈ ടേമിനെ നമുക്ക് മുന്നേ നമ്മ പ്ലസ് പഠിച്ചിട്ട് ഒരു ഇക്വേഷൻ ആണ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 എന്ന് എഴുതാം. 1 മൈനസ് കോസ് തീറ്റനെ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഇതൊരു ഇക്വേഷൻ ആണ്. ഇത് രണ്ടും ഈ ഇക്വേഷനിലേക്ക് നമുക്ക് ഈ 2 ടേമിനെയും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറയണം. അപ്പൊ സൈൻ തീറ്റയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 2 സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2 അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ 1 മൈനസ് കോസ് തീറ്റനെ നമുക്ക് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് എഴുതാം. അത് ഇവിടെ കൊടുത്തു. ഈ 2ഉം ക്യാൻസൽ ചെയ്ത് കളയുക. അതുപോലെ സൈൻ സ്ക്വയറിലെ ഈ സൈൻ സ്ക്വയറിൽ ഒരു സൈനും സൈൻ സ്ക്വയർ തീറ്റയും ഒരു സൈൻ തീറ്റയും കൂടി ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയും. ബാക്കി ഇവിടെ ഒരു സൈൻ തീറ്റ ബൈ 2 വരും. ഇവിടെ ഒരു കോസ് തീറ്റ ബൈ 2 വരും. മുകളിൽ കോസ് തീറ്റ ബൈ 2 വരും. താഴെ സൈൻ തീറ്റ ബൈ 2 വരും. ഇത് ചെയ്ത് നമുക്ക് കിട്ടുന്നത് കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കോട്ടാണ്. സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കിടക്കുന്നത് കോസ് ബൈ സൈൻ ആണ്. അപ്പോൾ കോട്ടായി. അപ്പൊ കോട്ട് ഇവിടെ 5 ആണ്. നമ്മൾ ഇവിടെ പറഞ്ഞില്ല. ഇപ്പുറത്തെ ഈ ടേം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 1 r/dr തീറ്റ ടാൻ തീറ്റയാണെന്നും 1/r ഇൻറ്റു dr തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് തീറ്റയാണ്. അപ്പൊ ഇവിടെ തീറ്റയ്ക്ക് പകരം കോട്ട് 5 എന്ന് കൊടുക്കാം. അപ്പൊ ഈ ടേം കോട്ട് 5 ആയി. ഈ ടേം ഇവിടെ വരുമ്പോൾ നമുക്കിത് കോട്ട് തീറ്റ ബൈ 2 ആവും. എന്നിട്ട് ഈ 2 സൈഡിൽ നമുക്ക് കോട്ടിനെ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി 5 ഈക്വൽ തീറ്റ ബൈ 2 എന്ന് കിട്ടും. ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇപ്പൊ ഇതായിരുന്നു ആ പ്രോബ്ലം. തന്നിരുന്നത് ആർ എന്ന് പറയുന്നത് r ഈക്വൽ ടു a 1 മൈനസ് കോസ് തീറ്റ തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ റേഡിയസ് വെക്ടർ തീറ്റയും കണ്ടെത്തി, പൈയും കണ്ടെത്തി. റേഞ്ചാണ് തീറ്റ ബൈ 2 എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അടുത്ത ഇതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നോക്കിയേ. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് വെക്ടർ ആൻഡ് ടാൻജന്റ് ടു ദ കർവ് r ഈക്വൽ ടു 2 തീറ്റ അറ്റ് ദ പോയിന്റ് വേർ തീറ്റ ഈക്വൽ ടു π/4. ഒരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നേരത്തെ ക്വസ്റ്റ്യനിൽ തീറ്റയുടെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. ഈ ക്വസ്റ്റ്യനിൽ തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്. r എന്ന് പറയുന്നത് 2 തീറ്റ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. തീറ്റയുടെ വാല്യൂ π/4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ r എടുത്ത് എഴുതാം 2 തീറ്റ ആണ്. അതിനുശേഷം കാൽക്കുലേറ്റ് ചെയ്യാം. dr/dθ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് 2 ഇൻറ്റു എക്സ് എന്നുള്ള ടൈം ആകുമ്പോൾ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് അല്ലേ 2 അല്ലേ കിട്ടുക. എക്സിന്റെ വാല്യൂ 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ 0 ആയിട്ട് പോകും. ഇവിടെ തീറ്റയുടെ ടൈമിൽ ചെയ്യുമ്പോൾ തീറ്റയുടെ വാല്യൂ 1 മൈനസ് 1 തീറ്റ റേഷ്യോ 0 വരും. അത് 1 ആയി. നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 2 കിട്ടും. അതിനുശേഷം നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കുക. ഇവിടെ വരും ഇപ്പുറത്തെ സൈഡ് dr/dθ ആണ്. dr/dθ ഈക്വൽ നമുക്ക് 2 കിട്ടി. അപ്പൊ ആറിന്റെ വാല്യൂ കോട്ട് π/4 ഇവിടെ വാല്യൂ തന്നിട്ടുണ്ട്. തീറ്റയുടെ വാല്യൂ π/4 ആണ് തന്നിട്ടുണ്ട്. ആറിന്റെ സ്ഥാനത്ത് ഇവിടെ നമുക്ക് 2 π/4 ഇത് ഈ ആറില് പൈയുടെ വാല്യൂ കൊടുക്കുക. ഈ തീറ്റയ്ക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് ഈ സ്റ്റെപ്പ് ചെയ്തേക്കുന്നത്. ഈ തീറ്റയ്ക്ക് ഈ 2 തീറ്റയ്ക്ക് π/4 കൊടുക്കാം. അപ്പൊ നമുക്ക് തീറ്റയ്ക്ക് π/4 കൊടുക്കുമ്പോൾ 2 π/4 ഈ 2 4 ക്യാൻസൽ ചെയ്തിട്ട് π/2 കിട്ടും. ഇവിടെ ക്ലിയർ ആണോ? ഇനി ടാൻ ഇൻഡിക്കേഷൻ r/dr/dθ. ആറിന്റെ വാല്യൂ നമുക്ക് അറിയാം. ഇപ്പൊ ആറിന്റെ വാല്യൂ സോൾവ് ചെയ്തിട്ടുണ്ട് π/2 എന്നുള്ളതും dr/dθയുടെ വാല്യൂ 2 ആണ്. അപ്പൊ π/2 ഡിവൈഡ് ബൈ 2. അപ്പൊ നമുക്കിത് റെസിപ്രോക്കൽ എടുത്ത് കഴിയുമ്പോൾ π/4 എന്ന് കിട്ടും. അപ്പൊ ടാൻ ആൽഫ ഈക്വൽ ടു π/4 എന്ന് കിട്ടും. ആൽഫയാണ് കാണുന്നുണ്ടെങ്കിൽ ടാൻ അപ്പുറത്തേക്ക് ഉണ്ടോ? ടാൻ ഈക്വലിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് π/4 എന്ന്. ക്ലിയർ ആണത്? dr/dθ 2 എന്നൊരു പ്രയോഗം
ഇത് അല്ലേ, ഇതെന്ന് ആ. വെച്ചാൽ ഇവിടെ ഡിഫറൻഷിയേഷൻ ചെയ്തതാണ് നമ്മൾ ഫസ്റ്റ്. എക്സ് റേസ് ടു എൻ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ n × x റേസ് ടു n - 1 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 2θ ഈക്വൽ ടു പവർ, തീറ്റയുടെ മുകളിൽ പവർ ഇവിടെ 1 ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഇൻറ്റു ഇവിടെ ഓൾറെഡി 2 ഉണ്ട്, ആ 2 അങ്ങനെ തന്നെ വരും, ഇൻറ്റു തീറ്റയുടെ വാല്യൂ 1 - 1. 1 - 1 എന്ന് പറയുമ്പോൾ ഇവിടെ 1 × 2 2 കിട്ടും. തീറ്റയുടെ വാല്യൂ 1 - 1 എന്ന് പറയുമ്പോൾ തീറ്റയുടെ പവർ 0 വരും. ഇവിടെ തീറ്റയുടെ പവർ 0 വരുന്ന സമയത്ത് ആ വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ 2 × 1 ചെയ്യുമ്പോൾ നമുക്കത് 2 എന്ന് കിട്ടും. ഇത് ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണ്. അത് ഫസ്റ്റ് ആ ഡെറിവേഷൻ അവിടെ ചെയ്തു. ആ ഡെറിവേഷനിലേക്ക് ഡെറിവേഷൻ ചെയ്തു, dr/dθ കിട്ടി, അവിടെ 2 എന്നുള്ള വാല്യൂ കിട്ടി. ഇനി നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ r = 2θ എന്നാണ്. തീറ്റയുടെ വാല്യൂ നമുക്കറിയാം π/4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് ഈ π/4 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. 2 × π/4 വരും, ഈ 2 ഈ 4 ക്യാൻസൽ ചെയ്തിട്ട് π/2 കിട്ടും. ഇപ്പൊ നമുക്ക് r കിട്ടിയിട്ടുണ്ട്, dr/dθ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ടാന്റെ ഇക്വേഷൻ ഇതായിരുന്നു. ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ r /dr/dθ ആണ്. ആറിന്റെ വാല്യൂ π/2 അത് കൂടെ കൊടുത്തു, dr/dθ വാല്യൂ 2. ഇതിന് നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് π/4 വരും. അതായത് π/2 / 2 എന്ന് പറയുന്നത്. അപ്പൊ π/2 / 2/1 ആണ്. അതിന്റെ റെസിപ്രോക്കൽ എടുത്ത് ഇപ്പുറത്തോട്ട് വരുമ്പോ π/2 ഇൻറ്റു റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2/1 എന്നുള്ള റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/2 എന്നാവും. അപ്പൊ മുകളിൽ ആൻസർ എന്തായെന്ന് വെച്ചാൽ π / 2 × 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 കിട്ടും. അങ്ങനെയാണ് π/4 വരുന്നത്. ഇവിടെ π/4 വരുന്നത്. ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇനി ഈ വാല്യൂ കൊണ്ടുവന്നിട്ട് നമുക്ക് ടാനിന്റെ ഇക്വേഷൻ കൊടുക്കാം. ടാനിന്റെ ഇക്വേഷനിൽ ആറിന്റെ വാല്യൂ π/2 ആണ്, അത് കൊടുത്ത് π/4 കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ ടാൻ ആൽഫ ഈക്വൽ ടു π/4 ആണ്. ഈ ആൽഫനെ അവിടെ നിർത്തിയിട്ട് ടാനിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകും, ഈക്വലിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. സാധാരണ കേസിൽ നമ്മൾ ഇപ്പുറത്തുള്ള ടേം അപ്പുറത്തോട്ട് പോകുമ്പോൾ ഒരു താഴെയല്ലേ വരിക. ആ താഴെ വരുന്ന മുകളിലേക്ക് ആക്കാൻ വേണ്ടി ടാൻ ഇൻവേഴ്സ് ആക്കി കൊടുത്താൽ മതി. അപ്പൊ ടാൻ ഈ π/4 താഴെയാണ് ടാൻ വരിക. അപ്പൊ അതിന് മുകളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ടാൻ ഇൻവേഴ്സ് ഓഫ് π/4 എന്ന് കൊടുക്കുക. അതാണ് നമ്മുടെ ആൽഫയുടെ വാല്യൂ. ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി എടുത്തിട്ടുണ്ട്. ഇവിടത്തെ r എന്ന് പറയുന്നത് a × 1 + cos θ. ഇതൊന്ന് ചെയ്ത് നോക്കണം, നാളെ പറഞ്ഞാൽ മതി ഇതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ടോ. സിമ്പിൾ ആണ്, ഇത് ഒക്കെ ചെയ്തു അതേ സ്റ്റെപ്പ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഞാനിവിടെ ചെയ്തിട്ടിട്ടുണ്ട്. ആദ്യം ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്ത് നോക്കാം. r എന്ന് പറയുന്നത് a × 1 + cos θ എന്നാണ്. തീറ്റയുടെ വാല്യൂ π/3 ആണ്. അപ്പൊ നമുക്ക് r രണ്ട് സൈഡ് ലോഗരിതം കൊടുത്തുകൊണ്ട് ഡിഫറൻസിയേഷൻ ചെയ്ത് തീറ്റയുടെ ഇക്വേഷൻ കണ്ടെത്താം. അപ്പൊ നമുക്ക് ഒരു വാല്യൂ കിട്ടും. അത് നമ്മുടെ ഇവിടെ θ/2 നമുക്ക് കിട്ടും. ആ തീറ്റയുടെ സ്ഥാനത്ത് നമ്മുടെ ഈ വാല്യൂ കൊടുത്താൽ മതി. ഇത് നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെ വരാം. ഇത് 1 - cos θ പകരം 1 + cos θ എന്ന് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇത് ഇന്റഗ്രേറ്റ് ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് നമുക്ക് ഇവിടെ വരെ കിട്ടും. ഇവിടെ വരെ കിട്ടുമ്പോൾ ഈ θ/2 തീറ്റയുടെ വാല്യൂ ഇവിടെ നമുക്ക് വന്നേക്കണം π/3 ആണ്. ആ π/3 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2π/3 എന്നുള്ള ആൻസർ കിട്ടും. ഇത് നാളെ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ ഒരെണ്ണം ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഏകദേശം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ അത് ക്ലിയർ ആവും. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാണ്ട് ആദ്യം ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതിനുശേഷം ആൻസർ ചെക്ക് ചെയ്യുക ശരിയാണോ ചെയ്തത്. ആ പോർഷനിൽ വരുന്ന രണ്ട് മെത്തേഡിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു. തീറ്റയ്ക്ക് വാല്യൂ കൊടുക്കുന്ന കേസും വന്നു, അല്ലാത്ത കേസിൽ ആ ഇക്വേഷനിൽ വരുന്ന കേസും വന്നു. ഇനി അടുത്ത മെത്തേഡിൽ പോകുന്നത് ആംഗിൾ ബിറ്റ്വീൻ 2 പോളാർ കർവ്. രണ്ട് പോളാർ കർവ്സ് ഉണ്ടായിരിക്കും. 2 കർവ്സ് ആയിരിക്കും തന്നിട്ടുള്ളത്. r1 = f∅, r2 = gθ. ഇത് f(θ), ഇത് g(θ). Intersect at the point with the polar angle θ, angle phi. Then the tangent to the curve is point to the intersection. അത് രണ്ട് കേസാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു ഇക്വേഷൻ വരും. cos phi = dr/dθ dr1/dθ into dr2/dθ plus r1 into r2 divided by dr1/dθ whole square plus r1 square into dr/dθ whole square plus r2 square. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് 2 പോളാർ കർവിന്.
ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നത്. അത് ആംഗിൾ ബിറ്റ്വീൻ ടു പോളാർ കർവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ എടുത്തപ്പോൾ കർവിൽ നമ്മൾ ഒരു 6 കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് 2 ഉണ്ടാവും. 2 പോളാർ കർവിന്റെ കേസിലാണ് പറഞ്ഞത്. അത് രണ്ടും കൂട്ടിമുട്ടുന്ന ആംഗിൾ ആണ് നമുക്ക് ആംഗിളും ഫൈവ് ആണ് നമുക്ക് ആംഗിൾ തീറ്റയുടെയും ഫൈന്റെയും ടാൻജന്റ് ആണ് നമുക്ക് കാണേണ്ടത് ഇന്റർസെക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കോസ് ഫൈ ഈക്വൽ ടു ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. കോസ് ഫൈ ഈക്വൽ ടു dr1 by d theta into dr2 by d theta plus r1 into r2 divided by root of dr1 d theta whole square plus r1 square into dr2 d theta whole square plus r2 square. ഇക്വേഷൻസ് ഒക്കെ ഇതുപോലെ തന്നെ പഠിക്കാം. ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് r1 വന്നിട്ടുണ്ട് 2 sin theta, r2 വന്നിട്ടുണ്ട് 2 cos theta. അടുത്ത പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ നമുക്ക് പോയിന്റ് കണ്ടെത്താൻ പറഞ്ഞ പോളാർ ആംഗിൾ എത്രയാണെന്ന് കണ്ടെത്തണം. അപ്പോൾ r1 ഇങ്ങനെ വരുന്ന കേസിൽ r1 ഈക്വൽ ടു r2 ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടാൻ തീറ്റ ഈക്വൽ ടു 1 ആയിരിക്കും. 2 sin തീറ്റ ഈക്വൽ ടു അപ്പൊ നമ്മുടെ ഈ ഇക്വേഷൻ അനുസരിച്ച് എന്തായിരിക്കണം, r1 ഈക്വൽ ടു r2 ആണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ അനുസരിച്ച് 2 sin തീറ്റ ഈക്വൽ ടു 2 cos തീറ്റ ആയിരിക്കും. അപ്പൊ ഇതിൽ ടാൻ തീറ്റ ഈക്വൽ ടു 1 എന്ന് പറയുന്നുണ്ട്. 1 ആണെന്നുണ്ടെങ്കിൽ അത് തീറ്റയുടെ വാല്യൂ, ടാൻ തീറ്റയുടെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ അത് തീറ്റയുടെ വാല്യൂ π/4 ആയിരിക്കും. ഇത് ഫസ്റ്റ് കോഡന്റ് ആയിരിക്കും ഇക്വേഷൻ. അതുകൊണ്ട് ടാൻ തീറ്റ ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ തീറ്റ ഈക്വൽ ടു π/4 ആയിരിക്കും. ഈക്വലാവുന്ന r1 r2 ഈക്വലാവുന്ന കേസ് നമുക്ക് ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ നേരത്തെ കൊടുത്ത പോലെ r1 ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ 2 കോൺസ്റ്റന്റ് ആണ്, അത് അങ്ങനെ തന്നെ വരും. സൈൻ തീറ്റനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ കോസ് തീറ്റ എന്ന് കിട്ടും. അതുപോലെ r2 2 കോൺസ്റ്റന്റ് അങ്ങനെ തന്നെ എഴുതി കോസ് തീറ്റനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ മൈനസ് സൈൻ തീറ്റ കിട്ടും. 2 ടേം നമുക്ക് കിട്ടി. ഇനി തീറ്റയുടെ വാല്യൂ നമുക്ക് π/4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 ആവുന്ന കേസ്, ടാൻ തീറ്റ ഈക്വൽ ടു 1 ആവുന്ന കേസ് അത് π/4 ആയിരിക്കും. അപ്പൊ തീറ്റയുടെ വാല്യൂ π/4 ആണ്. അപ്പൊ നമുക്ക് r1 ഇക്വേഷനിൽ 2 sin തീറ്റയ്ക്ക് പകരം π/4 കൊടുക്കാം. π/4 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ √2/2 ആണ്. ഇതിലെ 2 ന്റെ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് √2 എന്ന് കിട്ടും. അപ്പൊ സൈൻ π/4ന്റെ വാല്യൂ √2/2 ആണ്. നമുക്ക് ടേബിളിൽ +2 ടേബിളിൽ ആ ടേബിളിൽ നമുക്ക് സൈൻ π/4ന്റെ വാല്യൂ ഉണ്ട്. ആ സൈൻ π/4ന്റെ വാല്യൂ ഇവിടെ √2/2 ആണ്. 2 ന്റെ 2 ക്യാൻസൽ ചെയ്ത് നമുക്ക് ഇവിടെ r1ന്റെ വാല്യൂ √2 എന്ന് കിട്ടും. അതുപോലെ r2ന്റെയിലും 2 × cos π/4 എന്ന് പറഞ്ഞാൽ അത് √2 തന്നെയാണ്. ഇനി dr1ന്റെ കേസിലും dr1 ബൈ d തീറ്റ എന്ന് പറയുമ്പോഴും 2 cos π/4 ആണ് വരാം. cos π/4ന്റെ വാല്യൂ √2 ആണ്. അതുപോലെ dr2 ബൈ d തീറ്റയിൽ മൈനസ് സൈൻ π/4ന്റെ വാല്യൂ വരുമ്പോൾ മൈനസ് ഉള്ളത് കൊണ്ട് മൈനസ് √2 എന്ന് കിട്ടും. അതിൽ ഇതിൽ കോസിന്റെയും സൈന്റെയും π/4ന്റെ വാല്യൂ ആണ് എടുക്കുന്നത്. സൈന്റെ π/4 വാല്യൂ എടുക്കുമ്പോൾ √2 വരും, കോസിന്റെ വരുമ്പോൾ √2 വരും. ഇവിടെ ഓൾറെഡി ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ മൈനസ് √2 കിട്ടിയത്. ബാക്കി 3 കേസും √2 തന്നെ കിട്ടും. അത് ടേബിളിലെ വാല്യൂ നേരിട്ട് എഴുതിയേക്കാണ്. ഇനി നമുക്ക് ഈ ഇക്വേഷനിലേക്ക് കൊടുക്കാം. കോസ് ഫൈയുടെ ഇക്വേഷനിൽ dr1 ബൈ d തീറ്റ ഇൻറ്റു dr2 ബൈ d തീറ്റ പ്ലസ് r1 ഇൻറ്റു r2. dr1ന്റെ വാല്യൂ ഇവിടെ √2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ √2 കൊടുത്തു. അടുത്ത dr2ന്റേത് മൈനസ് √2 ആണ്. ഇൻറ്റു മൈനസ് √2 കൊടുക്കും. പ്ലസ് വീണ്ടും r1 r2 √2 തന്നെയായിരുന്നു. അതുകൊണ്ട് √2 ഇൻറ്റു √2 വരും. ഇനി റൂട്ട് ഓഫ് ഇവിടെ r2ന്റെ സ്ക്വയർ, ഇവിടെ പ്ലസ് മൈനസ് r2ന്റെ സ്ക്വയർ പ്ലസ് r2ന്റെ സ്ക്വയർ ഇൻറ്റു മൈനസ് r2ന്റെ സ്ക്വയർ പ്ലസ് r2ന്റെ സ്ക്വയർ. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഈ r2 ഇൻറ്റു r2 മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് -2 വരും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √2 ഇൻറ്റു √2 എന്ന് പറയുമ്പോൾ 2 കിട്ടും. പ്ലസും മൈനസും വരും. 0 ആയിട്ട് പോകും. അപ്പൊ cos ഫൈയുടെ വാല്യൂ 0 ആയിട്ട് പോകും. അപ്പൊ cos ഫൈയുടെ വാല്യൂ 0 ആണെങ്കിൽ ആംഗിളിന്റെ വാല്യൂ π/2 ആയിരിക്കും. cos 0 വരുന്നത് 90 ഡിഗ്രിയിലായിരിക്കും. നമുക്ക് അതാണ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ കാണേണ്ടത്. π/2ന്റെ വാല്യൂലാണ് വരുന്നത്, അല്ലെങ്കിൽ 90 π/2 അല്ലെങ്കിൽ 90 ഏതെങ്കിലും ഒന്ന് മതി. ആംഗിൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രി വരും. വാല്യൂ ആയിട്ട് എടുക്കുകയാണെങ്കിൽ π/2 വരും. ഇത് ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാമോ? ഇത് നമുക്ക് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ r1 r2 ഉണ്ട്. ഈ ഇക്വേഷനിലേക്ക് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതിന്റെ ഓരോ വാല്യൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് r1 r2 എടുത്തു, അതിനെ ഡിഫറൻസിയേഷൻ ചെയ്തു. നമുക്ക് ഓരോ വാല്യൂ ഇവിടെ കിട്ടി. ഡിഫറൻസിയേഷൻ ചെയ്തപ്പോൾ 2 cos തീറ്റയും മൈനസ് 2 sin തീറ്റയും കിട്ടി. ഇനി തീറ്റയുടെ വാല്യൂ ഇവിടെ തീറ്റ ഈക്വൽ അത് ഈ 2 sin തീറ്റ 2 cos തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരികയാണെങ്കിൽ 2 ക്യാൻസൽ ചെയ്തിട്ട് sin തീറ്റ ബൈ തീറ്റ വരും. ഇവിടെ ഇത് മാറ്റി കഴിയുമ്പോൾ 1 കിട്ടും. ഒന്നും കൂടി ഇവിടെ പറഞ്ഞുതരാം. sin തീറ്റ ഈക്വൽ ടു 2 cos തീറ്റ ആയിരിക്കും എന്ന് പറഞ്ഞു. ഈ 2 cos തീറ്റ നമുക്ക് പുറത്തോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 1 ഇൻറ്റു ഈ ടേം ചെയ്യുമ്പോൾ നമുക്ക് ഈ ടേം കിട്ടാം. അതുകൊണ്ട് ഈ
ടു സൈൻ തീറ്റയുടെ അടിയിലേക്ക്, അതായത് ഇപ്പുറത്ത് ഇക്വലിന് ശേഷം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയ ടേം ആയതുകൊണ്ട് ഇവിടെ താഴേക്ക് വരുമ്പോൾ ടു കോസ് തീറ്റ വരും, താഴെ വരും. ഈക്വൽ ടു ഒരു 1 എന്നുള്ള ടേം ഉണ്ടായിരുന്നു. അത് ഈ 1 ഇൻറ്റു 1 ചെയ്യാൻ 1 ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇൻറ്റു 1 ഉള്ളത് കൊണ്ടാണ് ഈക്വലിന് അപ്പുറത്തോട്ട് പോകുന്നത്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവുന്നത്. അപ്പൊ ഈ 2 ടു കൂടെ ക്യാൻസൽ ചെയ്ത് പോയി സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞത് എന്താണ്, ടാൻ തീറ്റയാണ്. അപ്പൊ ടാൻ തീറ്റ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഈ ടാൻ തീറ്റ 1 എന്ന് പറഞ്ഞാൽ അത് π/4 ആണ്. ടേബിളിൽ ടാൻ തീറ്റയുടെ വാല്യൂ 1 എന്ന് പറഞ്ഞാൽ അത് π/4 ആണ്. അതാണ് നമുക്ക് ഇവിടെ വരെ കിട്ടിയത്. ഇവിടെ π/4 ആണെന്ന് കിട്ടി, തീറ്റയുടെ വാല്യൂ π/4 ആണെന്ന് കിട്ടി. ഇനി dr/dt ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 2 കോസ് തീറ്റയും ഇവിടെ -2 സൈൻ തീറ്റയാണ്. ഇതിൽ തീറ്റയുടെ സ്ഥാനത്ത് ഈ π/4 കൊടുക്കാം. π/4 കൊടുക്കുമ്പോൾ ഈ സൈൻ π/4ന്റെ വാല്യൂ എന്ന് പറഞ്ഞത് √2/2 ആണ്. ടേബിളിലുള്ള വാല്യൂ ആണ്. ആ ടേബിൾ വാല്യൂ നേരിട്ട് കൊടുത്താൽ മതി. √π/2 വരും. ഈ 2ഉം ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ആൻസർ √2 എന്ന് കിട്ടും. സെയിം കേസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് 2 ക്യാൻസൽ ചെയ്തിട്ട് √2 കിട്ടും. അതുപോലെ ഇത് R1ഉം R2ഉം കിട്ടി. ഇനി dr/dθ വരുമ്പോൾ നമുക്ക് 2 cos π/2 നമുക്ക് ആദ്യം കൊടുത്തത് R1ൽ, അതായത് ഇവിടെ തീറ്റയ്ക്ക് വാല്യൂ കൊടുത്തു π/4 എന്ന്, പിന്നെ ഇതിൽ π/4 കൊടുത്തു. അതിനുശേഷം ഇവിടെ π/4 കൊടുത്തു, ഇവിടെ π/4 കൊടുത്തു. ആ വാല്യൂസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കണം. ഇത് √2 കിട്ടും, ഇത് √2 കിട്ടും. ഇത് ഓൾറെഡി ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് ഈ ടേം ലാസ്റ്റ് ടേം -√2 കിട്ടും. ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി നമ്മുടെ ഇക്വേഷൻ എടുക്കാം. cos phi dr/dθ. ഈ ഇക്വേഷനിൽ നമുക്ക് ഇവിടെ കിട്ടിയേക്കണ വാല്യൂ കൊടുക്കും. ഇവിടെ ഈ ടേമിന് ഇവിടെ √2 വരും, ഇവിടെ -√2 വരും, ഇവിടെ √2 വരും, √2 വരും. പിന്നെ താഴെ വരുമ്പോൾ √2ന്റെ ഹോൾ സ്ക്വയർ, ഇവിടെ √2ന്റെ ഹോൾ സ്ക്വയർ, ഇവിടെ √2ന്റെ ഹോൾ സ്ക്വയർ, ഇവിടെ √2ന്റെ ഹോൾ സ്ക്വയർ. ഇവിടെ ഈ ടേമിൽ മാത്രം മൈനസ് വരും. മൈനസ് വരുമ്പോൾ -1 × -1 എന്ന് പറഞ്ഞാൽ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഈ മൈനസ് എന്നുള്ള ടേം പ്ലസ് ആയിട്ട് പോകും. പക്ഷെ ഇവിടത്തത് നമുക്കത് പോയില്ല, ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരിക്കും. ആ മൈനസ് ആണ് ഇവിടെ, ഇതിന്റെ ഈ ടേം മൈനസ് ആണ്. അതുകൊണ്ട് ഇത് -√2ന്റെ റൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 2 ആണ്. √2 × √2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ നമുക്കിവിടെ -√2ഉം വരും, ഇവിടുത്തെ ടേമിൽ 2ഉം വരും. അപ്പൊ -2 + 2 എന്ന് പറയുമ്പോൾ 0 ആയിട്ട് പോകും. അപ്പൊ നമുക്ക് cos പൈയുടെ വാല്യൂ മൊത്തം 0 ആയിട്ട് പോയി. ഇക്വേഷൻ ഇട്ടിട്ട് 0 ആയിട്ട് പോയി. cos 0 എന്ന് പറഞ്ഞാൽ അത് 90 ഡിഗ്രി ആണ്. cos 0 വരുന്ന കേസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. നമുക്കിവിടെ 90 ഡിഗ്രി കിട്ടും. ഇതും ടേബിളിലുണ്ട് വാല്യൂസ്. ഫസ്റ്റിന് ടേബിളിലുള്ള വാല്യൂസ് ആണ് അതൊക്കെ. ഇത് ക്ലിയർ ആണോ അപ്പോൾ ഇവിടെ വരെ? അതെ ക്ലിയർ ആണ്. ഇനി അതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനും പറയാം, ഇത് തന്നെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടില്ല, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, r = a log θ, അതുപോലെ r = a/log θ ആണ് നിൽക്കുന്നത്. ഇവിടെ 2 r വന്നിട്ട് നമുക്ക് നേരത്തെ പോളാർ കോർഡിനേറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് 2 കേസാണ് വരാം. ഒന്ന് r a log θയും അടുത്ത r a/log θയും. അപ്പൊ ഈ r log θനെ 2 ഇക്വേഷൻ നമുക്ക് ലോഗിന്റെ ടേമിലേക്ക് ആക്കണം. നോക്കിയേ, 2 സെപ്പറേറ്റ് ആക്കിയിട്ട് ഇതിനെ ആദ്യം സെറ്റ് ചെയ്യുക, അതിനുശേഷം ഇതിനെ സെറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് ലോഗ് കൊടുക്കും. ഈ ടേമിന്റെ ഈക്വലിന് അപ്പുറത്തും ലോഗ് കൊടുക്കും. അപ്പൊ ലോഗ് r എന്നുള്ളത് ലോഗ് r വരും. ഇവിടെ നമുക്ക് ലോഗ് a × log θ എന്നുള്ള കേസ് വരും. ഇവിടെ ഓൾറെഡി log θ ഉണ്ട്. ഇവിടെ ലോഗ് കൊടുക്കും. നമുക്ക് ലോഗ് ഇവിടെ ബ്രാക്കറ്റിൽ log × a log θ എന്ന് വരും. അതിനുശേഷം ഇതൊന്നും കൂടി സെപ്പറേറ്റ്, ഇവിടെ ഇൻറ്റു ആണ്. ഇൻറ്റു ആയതുകൊണ്ട് നമുക്ക് പ്ലസ് എന്നുള്ള ഈ ടേമിലേക്ക് ആക്കാം. അപ്പൊ ഇവിടെ ലോഗ് എയും വരും. ഇവിടെ വരുമ്പോൾ ലോഗ് a എന്ന് വരും. ഈ ടേമിനെയും ലോഗ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെയും ലോഗ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണം. അപ്പൊ log a + log a എന്ന് θ എന്ന് കിട്ടും. അതിനുശേഷം തീറ്റയുടെ ടേബിൾ നേരത്തെ ഇതുപോലെ ഡിഫറൻസിയേഷൻ ചെയ്യാം. ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1 ഇവിടെ log r എന്നുള്ളത് 1/r dr θ എന്ന് കിട്ടും. ഇവിടെ log a കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0 ആയിട്ട് പോകും. ഇവിടെ ടേബിളിന് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1/log θ എന്ന് കിട്ടും. ഈ log θനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1/θ എന്ന് കിട്ടും. 2 ടേം കിട്ടും. അപ്പൊ ഇതൊന്നും കൂടി സെറ്റ് ചെയ്ത് എഴുതാം. ഇത് നമുക്ക് 1/r dr θ എന്ന് പറയുന്നത് cos θ 1 ആണ്. = ഈ ടേമിന് ഇത് മൾട്ടിപ്പിൾ ചെയ്തുമ്പോൾ 1/θ ×
ലോഗ് തീറ്റ എന്ന് കിട്ടും. ഇനി ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ടാൻ തീറ്റ, അതായത് ടാൻ തീറ്റയുടെ ഓപ്പോസിറ്റ് ആണ് കോസ് തീറ്റ, കോസ് തീറ്റയുടെ ഓപ്പോസിറ്റ് ആണ് ടാൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റയ്ക്ക് പകരം നമുക്ക് ടാൻ തീറ്റയിലേക്ക് ആക്കണമെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് എടുത്താൽ മതി. ഓപ്പോസിറ്റ് എടുക്കുമ്പോൾ റെസിപ്രോക്കൽ വരുമ്പോൾ ഇത് മുകളിലേക്കും 1 താഴേക്കും വരും. അപ്പൊ ടാൻ തീറ്റ ഈക്വൽ ടു തീറ്റ ലോഗ് തീറ്റ എന്ന് കിട്ടും. ഇത് ക്ലിയർ ആണോ? ഇവിടെ വരെ ക്ലിയർ ആണോ? മനസ്സിലാവുന്നില്ല. ചെയ്ത് കാണിച്ചുതരാം. +2 മാത്സ് ആയിരുന്നില്ലേ? മാത്സ് ഉണ്ടായിരുന്നില്ലേ? സയൻസ് സ്ട്രീം ആയിരുന്നില്ലേ? ആയിരുന്നു. ഒട്ടും ബേസ് ഇല്ലാത്ത പോലെ തോന്നുന്നു എനിക്ക്, അതാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ബേസ് കുറവാ. അപ്പൊ നോക്കാം, ഒന്നുകൂടി നോക്കാം. നേരത്തെ ചെയ്ത പോലെ 6 നമുക്ക് തന്നിട്ടുണ്ട്. 6 ഈക്വൽ ടു a ലോഗ് തീറ്റ എന്നുള്ളത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡിൽ ലോഗരിതം കൊടുക്കാൻ പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്ത് 2 സൈഡിൽ ലോഗരിതം കൊടുത്തു. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ലോഗ് 6 ഈക്വൽ ടു ലോഗ് 6 ഈക്വൽ ടു ഇവിടെയും ലോഗ് a ഇൻറ്റു ലോഗ് തീറ്റ എന്ന് വരും. ഇനി ഇവിടെ ഒന്നും കൂടി സെറ്റ് ചെയ്ത് ഇവിടെ നമുക്ക് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു ലോഗ് a ഇൻറ്റു ബി എന്ന് പറഞ്ഞാല് ലോഗ് a പ്ലസ് ലോഗ് പി ആണെന്ന്, ഇൻറ്റു ആയതുകൊണ്ട്. അപ്പൊ അതുപോലെ ഇവിടെ നോക്കി രണ്ട് ടേം ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ഒന്നുകൂടി സെറ്റ് ചെയ്യാം. ലോഗ് a പ്ലസ് ലോഗ് ഓഫ് തീറ്റ എന്ന് വരും. ഇതിന് ശേഷം ഇതിനെ തീറ്റയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. നേരത്തെ കൊടുത്ത പോലെ തന്നെ തീറ്റയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ തീറ്റ ടേം ഇല്ലാത്തത് കൊണ്ട് 1/r dr/d തീറ്റ വരും. ലോഗ് എനെ അവിടെ തീറ്റയുടെ ടേം ഇല്ലാത്തത് കൊണ്ട് അത് 0 ആയിട്ട് പോകും. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് 1/x എന്നുള്ള ടേമിൽ ആദ്യം ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് താഴെ 1/ലോഗ് തീറ്റ എന്ന് കിട്ടും. അതായത് ലോഗ് എക്സിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1/x എന്ന് കിട്ടും. ഇവിടെ ഈ ടേം നമ്മൾ എക്സ് ആയിട്ട് എടുത്തുകൊണ്ട് ഇത് ലോഗ് എക്സ് എന്ന ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1/ലോഗ് തീറ്റ എന്ന് കിട്ടും. അതിനുശേഷം ഈ ലോഗ് തീറ്റയുടെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 1/തീറ്റയും കിട്ടും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി? ഒന്നും കൂടി സെറ്റ് ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ 1/തീറ്റ ഇൻറ്റു ലോഗ് തീറ്റ എന്നായി. ഇനി ഈ ടേം എന്ന് പറയുന്നത് എന്താ? ഇത് കോട്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതിനെ നേരത്തെ കോട്ട് തീറ്റ എന്ന് എഴുതാം. ഈക്വൽ ടു ഇവിടെ നമുക്ക് കിടക്കുന്നത് 1/തീറ്റ ലോഗ് തീറ്റ എന്ന് കിട്ടും. ഈ കോട്ടിന്റെ ഓപ്പോസിറ്റ് ആണ് ടാന്, ടാനിന്റെ ഓപ്പോസിറ്റ് ആണ് കോട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ടാനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായി? ടാൻ തീറ്റ ഈക്വൽ ടു തിരിച്ച് തീറ്റ ലോഗ് തീറ്റ എന്ന് എഴുതി. ഇതിന്റെ ഓപ്പോസിറ്റ് എടുക്കുമ്പോൾ 1/x-നെ നമ്മൾ ഇവിടെ 1/x ആണെന്ന് വിചാരിക്കുക. 1/x-നെ ഓപ്പോസിറ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് x/1 ആണ്. താഴെ 1 ഉള്ളത് ഇട്ടാലും ഇട്ടില്ലെങ്കിൽ 1 തന്നെയാണ് വരാം. ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് x ആയിട്ട് കിട്ടും. അതേപോലെയാണ് ഇപ്പൊ നമുക്ക് കോട്ട് എന്ന് പറയുന്നത്, കോട്ട് തീറ്റ എന്ന് പറയുന്നത് 1/തീറ്റ ആണ്. അപ്പൊ അതിനെ നമ്മൾ ടാനിലേക്ക് ആക്കുമ്പോൾ /തീറ്റ/1 എന്നാവും. 1 താഴെ ഇട്ടാലും ഇട്ടില്ലെങ്കിൽ 1 തന്നെയാണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്തായി? ടാൻ തീറ്റ ഈക്വൽ ടു തീറ്റ ലോഗ് തീറ്റ എന്ന് കിട്ടും. അപ്പൊ ക്ലിയർ ആണോ? അതാണ് നമുക്ക് ഇവിടെ കിട്ടി, നമ്മൾ എടുത്തു വെച്ചു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. 2 R ഉണ്ട് നമുക്ക്. ഫസ്റ്റ് 6 ആണ് നമ്മൾ ചെയ്തത്. ഇതേ സ്റ്റെപ്സ് തന്നെ നമ്മൾ സെക്കൻഡ് 6-ന് കൊടുക്കാം. അപ്പൊ സെക്കൻഡ് 6-ന്റെ കേസ് വരുമ്പോൾ നോക്കിയേ, ഇവിടെ 6 കൊടുക്കുമ്പോൾ ലോഗ് കൊടുക്കുമ്പോൾ ഇതാണ് നമ്മൾ സെക്കൻഡ് 6. ഇതിൽ ഈ ലോഗ് കൊടുക്കുക, ലോഗ് 6 കിട്ടും. ഇവിടെ നമ്മൾ ലോഗ് 6 കൊടുക്കുമ്പോൾ ലോഗ് a/ലോഗ് തീറ്റ നമ്മൾ. ഇതും നമ്മൾ എന്ത് ചെയ്യുക? 1/, ഇത് താഴെ കിടക്കല്ലേ, a/b ഫോമാണ് കിടക്കുന്നത്. അതുകൊണ്ട് നേരത്തെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. ലോഗിന്റെ ഇവിടെ നമുക്ക് കൊടുത്തിരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആവുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പ്ലസ് എന്ന് കൊടുക്കാം. ഡിവിഷൻ ആവുന്ന സമയത്ത് ഈ പ്ലസ് എന്നുള്ളത് മൈനസ് ആവും. അത്രയേ ഉള്ളൂ ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ്. കേട്ടോ, ഇവിടെ ഡിവിഷൻ ആണ്. ലോഗ് a/ലോഗ് തീറ്റ ആയതുകൊണ്ട് ഡിവിഷൻ ആയതുകൊണ്ട് ഇത് മൈനസ് ആക്കി കൊടുക്കാം. ലോഗ് a മൈനസ് ലോഗ് തീറ്റ എന്ന് കിട്ടും. ഇത് ക്ലിയർ ആണോ? ഇനി നമുക്ക് തീറ്റയുടെ ടേബിൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിഫറൻസിയേഷൻ ചെയ്യാം.
അപ്പൊ ലോഗ് ആറിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1/r dr/d എന്ന് കിട്ടും. ഈ ലോഗ് എനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 0 ആയിട്ട് പോകും. ഈ ടേമിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത പോലെ ഇത് എക്സ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ലോഗ് എക്സിന് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1/x. എക്സിന്റെ ടേമിൽ നമ്മൾ ലോഗ് എക്സ് ആണ് കൊടുത്തിരുന്നത്, അതുകൊണ്ട് 1/log x തന്നെ കൊടുത്തു. അതിനുശേഷം ലോഗ് തീറ്റനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1/θ ആണ് കിട്ടും. ഇത് നമുക്ക് ആദ്യത്തിലേക്ക് എടുത്ത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മൈനസ് ഉള്ളത് കൊണ്ട് -1/θ log θ ആണ് കിട്ടും. ഇതിന് ഇതിപ്പോ കോട്ട് തീറ്റ ആയിരുന്നു, നേരത്തെ കൊടുത്ത പോലെ ടാൻ തീറ്റയിലേക്ക് ആക്കുമ്പോൾ -θ log θ ആണ് കിട്ടും. ഇവിടെ വരെ ക്ലിയർ ആണോ? രണ്ടെണ്ണം എടുത്തത്. ഇനി നമ്മൾ ഇതുപോലൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു +2-ന്. അത് ഇവിടെ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ തന്നേക്കണം നോക്കി, ആദ്യത്തെ ടേം കിട്ടുമ്പോൾ തീറ്റയും അടുത്ത ടേം മൈനസ് ടേമുമാണ്. ഇത് തന്നെയല്ലേ ആൻസർ കിട്ടിയത്. ആദ്യത്തെ ടേമിൽ ഇത് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഇത് എക്സും ഇതിന്റെ -x ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? ടാൻ തീറ്റ മൈനസ് θ1 മൈനസ് θ2 എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. ടാൻ θ1 മൈനസ് θ2 എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ ടാൻ ഇത് 5 ആണ്. അപ്പൊ ടാൻ 5(1) മൈനസ് ടാൻ 5(2) ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ 5(1) ഇൻറ്റു ടാൻ 5(2) എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മുടെ ഈ രണ്ട് വാല്യൂസും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറയണം. ടാൻ 5യുടെ വാല്യൂ ടാൻ 5(2)ന്റെ വാല്യൂ ഇതായിട്ടും 5(1)ന്റെ വാല്യൂ ഇപ്പൊ നമ്മൾ ആദ്യം കിട്ടിയ ഈ വാല്യൂ എടുക്കും. ഇത് രണ്ടും കൂടി ഈ ഇക്വേഷനിലേക്ക് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ മൈനസും മൈനസും ഇത് പ്ലസ് ആയിട്ട് പോകും. അപ്പോൾ ഇവിടെ നോക്കിയത് 2 3 തന്നെയല്ലേ. ഇത് എക്സ് പ്ലസ് എക്സ് എന്നുള്ള രൂപത്തിൽ കിടക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? 2x എന്നുള്ള രൂപത്തിലേക്ക് ആക്കാം. നമ്മുടെ ഇവിടുത്തെ എക്സ് തീറ്റ ലോഗ് തീറ്റയാണ്, ഇവിടെയും തീറ്റ ലോഗ് തീറ്റയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് നമുക്ക് 2θ log θ എന്നുള്ള ഫോമിലേക്ക് ആക്കാം. താഴെ കിടക്കുന്നത് ഇത് ഇൻറ്റു ഇതാണ്. ഇത് നമുക്ക് ഇതിനെ ഹോൾ സ്ക്വയർ എഴുതാം. 1 മൈനസ് ഹോൾ സ്ക്വയർ എഴുതാം. 1 മൈനസ് ഇതിന്റെ ഹോൾ സ്ക്വയർ എഴുതാം. ഇക്വേഷൻ നമ്പർ ആയിട്ട് 3 ആയിട്ട് സെറ്റ് ചെയ്യും. ഇവിടെ വരെ ക്ലിയർ ആണോ? ക്ലിയർ ആക്കാം. അതായത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ +2 നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ട്രിഗണോമെട്രിയിൽ വരുന്ന ഒരു ഇക്വേഷൻ ആണ്. ടാൻ 5(1) മൈനസ് ടാൻ 5(2) ഈക്വൽ ടു ടാൻ 5(1) മൈനസ് ടാൻ 5/2 ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ 5(1) ഇൻറ്റു ടാൻ 5(2) എന്നുള്ളത് ഇക്വേഷൻ നമ്മൾ മുന്നേ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയേക്കണ ഇത് 5(2)ന്റെ ഇക്വേഷൻ വാല്യൂ, ഇത് 5(1)ന്റെ വാല്യൂ നമുക്ക് നേരത്തെ കിട്ടിയത്. ഈ രണ്ട് വാല്യൂ ഇവിടുത്തെ ഈ ടേമിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാ പറയുക. വെറുതെ അവിടെ കൊണ്ടുപോയി പകരം ഇത് കൊടുക്കാം. അപ്പൊ ഈ ടാൻ 5(1)ന്റെ വാല്യൂന്റെ പകരം ഈ മുകളത്തെ വാല്യൂ കൊടുക്കുക, ഈ വാല്യൂ കൊടുക്കുക. 2ന്റെ സ്ഥാനത്ത് ഈ സെക്കൻഡ് ഈ വാല്യൂ കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ മൈനസും മൈനസും വരും. ഈ മൈനസും മൈനസും പ്ലസ് ആയി കഴിഞ്ഞാല് ഇതിപ്പോ ഒരു ടേം, അതിപ്പോ നമ്മ ഇങ്ങനെ കാണിച്ചു തരാം. അതൊരു എക്സ് മൈനസ് മൈനസ് ഓഫ് എക്സ് ഇങ്ങനെ ഒരു ടേം ആണെന്നുണ്ടെങ്കിൽ ഈ മൈനസും മൈനസും എന്താവും? പ്ലസ് ആവും. ഇതൊന്നും കൂടി പ്ലസ് ആവും. ഇത് ഒരെക്സ്, ഇത് ഒരെക്സ്. പ്ലസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 2x എന്നല്ലേ. ഈ സിമ്പിൾ മെത്തേഡാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ടേം, ഇതൊരു ടേം, മൈനസും മൈനസും പ്ലസ് ആയി. ഇത് രണ്ട് ടേമും എക്സ് എന്ന രൂപത്തിൽ, ഇത് എക്സ് എന്ന രൂപത്തിലാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് എന്ത് എഴുതാം? 2x എന്ന് എഴുതാം. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്തായിരുന്നു? തീറ്റ ലോഗ് തീറ്റ, അത് അവിടെ കൊടുത്തു. ഇത് ക്ലിയർ ആണോ? ഇനി താഴത്തെ ടേം നോക്കിയേ, 1 പ്ലസ് ടാൻ θ1 ഇൻറ്റു θ1 2 ആണ്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാനാ പറഞ്ഞേക്കണം. അതായത് ഒരു 1 ഉണ്ട് പ്ലസ് ഇത് ഇൻറ്റു ഇത് മൈനസ് വന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ നേരിട്ട് ഇതിന്റെ സ്ക്വയർ എടുത്ത് വെച്ചാൽ മതി. നമുക്ക് x ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ എന്നല്ല നമ്മൾ എഴുതാം. സെയിം കേസിൽ ഇതിന് എക്സ് ഇൻറ്റു സ്ക്വയർ ആക്കുമ്പോൾ എക്സ് സ്ക്വയർ ആവും. ഇവിടെ പക്ഷെ ഒരു മൈനസ് ഉള്ളത് കൊണ്ട് ഈ 1 കഴിഞ്ഞിട്ട് പ്ലസ് എന്നുള്ളത് മൈനസ് ആവും. അപ്പൊ ഇത് 1 മൈനസ് തീറ്റ ലോഗ് തീറ്റ ഹോൾ സ്ക്വയർ. ഇപ്പൊ ഇത് ക്ലിയർ ആണോ? ഇനി നമുക്ക് രണ്ട് ഇക്വേഷൻ, അതായത് ഫ്രം 1 ഉം 2 നോക്കാം. ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു? a log തീറ്റ ഈക്വൽ ടു a log θ1. a log തീറ്റ ഈക്വൽ ടു a log θ1. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നോക്കണം, ഈക്വൽ ആണോ എന്ന് നോക്കിയിട്ട് സെറ്റ് ചെയ്യണം. അപ്പൊ a log തീറ്റ ഈക്വൽ ടു a log തീറ്റ ഈക്വൽ ടു a ബൈ ലോഗ് തീറ്റ. എന്നിട്ട് ഈ ലോഗ് തീറ്റന് ഇപ്പുറത്തേക്കും ഈ എന് ഇപ്പുറത്തേക്കും കൊണ്ടുവരാം. അപ്പൊ ഇവിടത്തെ ഡിവിഷൻ ആയിരുന്ന ലോഗ് എ ഇപ്പുറത്തൊരു മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്ന എ ഇപ്പുറത്തോട്ടാവുമ്പോൾ ഡിവിഷൻ ആവും. അതാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അപ്പൊ ഇത് ലോഗ് സ്ക്വയർ എന്ന് കിട്ടി. ഇവിടെ ലോഗ് ഇൻറ്റു ലോഗ് തീറ്റ ഇൻറ്റു ലോഗ് തീറ്റ എന്ന് പറഞ്ഞാൽ ലോഗ് തീറ്റ സ്ക്വയർ വരും. ഇവിടെ a ബൈ a ഈക്വൽ ടു 1 ആവും.
ഇതിന് ലോഗിന്റെ സ്ക്വയർ കളയാൻ വേണ്ടി റൂട്ട് കൊടുത്താൽ റൂട്ട് 1ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പൊ ലോഗ് തീറ്റ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ ഇ ഇൻവേഴ്സ് ആണ്, അതായത് ഇ ആയിരിക്കും. ഇ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ അത് ഇ തന്നെ കിട്ടും. അപ്പൊ നമുക്ക് തീറ്റയുടെ വാല്യൂ ഇ ആണെന്ന് കിട്ടും. ഇവിടെ വരെ ക്ലിയർ ആണോ? അപ്പൊ തീറ്റയുടെ വാല്യൂ കിട്ടി. ഇനി ടാൻ തീറ്റയുടെ ഇക്വേഷൻ കൊണ്ട് കൊടുക്കുക. ടാൻ തീറ്റ 1 മൈനസ് തീറ്റ 2. അപ്പൊ നമുക്ക് ഇൻഡിക്കേഷൻ ഇവിടെ ഇതായിരുന്നു, നമുക്ക് കിട്ടി വെച്ചിരുന്ന ഇക്വേഷൻ ഇതായിരുന്നു. അവിടെ നമുക്ക് തീറ്റയ്ക്ക് സ്ഥാനത്തൊക്കെ ഇ എന്ന് കൊടുക്കാം. ഇവിടെ തീറ്റയ്ക്ക് സ്ഥാനത്ത് ഇ കൊടുക്കാനാണ് പറയണം. അപ്പൊ ഇവിടെ ഒരു ഇ വരും, ഇവിടെ ഒരു ഇ വരും, ഇതൊരു ഇ ആയി, ഇതൊരു ഇ ആയി. എന്നിട്ട് ഈ ലോഗ് ഇനി ഒന്നും കൂടി സെറ്റ് ചെയ്യുമ്പോൾ ഈ ലോഗ് ഇ എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. അപ്പൊ ഇതും 1 ആവും, ഇതും 1 ആവും. അപ്പൊ നമ്മുടെ ആൻസർ 2e ഡിവൈഡ് ബൈ 1 മൈനസ് ഇ സ്ക്വയർ എന്നാവും. അതാണ് ഇവിടെ ഇക്വേഷൻ 2e ഡിവൈഡ് ബൈ 1 മൈനസ് ഇ സ്ക്വയർ എന്നായി. അത് ലോഗ് ഇ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് 2e ഡിവൈഡ് ബൈ 1 മൈനസ് ഇ സ്ക്വയർ എന്നതിൽ ഈ ടേം 1 ആയി, ഈ ടേം 1 ആയി. അപ്പൊ ഇവിടെ 1 മൈനസ് ഇത് 1 ഇൻറ്റു ഇ വരും. അപ്പൊ നമുക്ക് ഇ തന്നെ കിട്ടും. അപ്പൊ 1 മൈനസ് ഇയുടെ ഹോൾ സ്ക്വയർ. അപ്പൊ 1 മൈനസ് ഇ എന്ന് പറയുന്നത് ഇ സ്ക്വയർ കിട്ടും. അപ്പൊ 2e ഡിവൈഡ് ബൈ 1 മൈനസ് ഇ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ഇതിന് ശേഷം ഈ ടാനിന് ഇവിടെ നിന്ന് പുറത്തേക്ക് ഉണ്ട്. അപ്പൊ 5 1 മൈനസ് 5 2 ഈക്വൽ ടു ഈ ടാൻ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ഈ ടേം വരും, 2e ബൈ 1 മൈനസ് ഇ സ്ക്വയർ. ഇതിവിടെ ഒന്നും കൂടി സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ടാൻ ഇൻവേഴ്സ് ഓഫ് 2x ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഈ രൂപത്തിൽ അത് എടുക്കുന്നത്. ഇവിടെ ഇക്ക് പകരം ഇവിടെ ഇക്ക് പകരം എക്സ് ആണെന്നെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പൊ ഈ നമ്മുടെ ഈ മൊത്തം ഇക്വേഷൻ എങ്ങനെയായിരിക്കും മാറും? 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് പകരം ഇവിടെ ഇ ആയതുകൊണ്ട് ഇ വരും. ഇത് ക്ലിയർ ആണോ? ഇനി അടുത്ത ദിവസത്തേക്ക് കുറച്ച് ഇന്റഗ്രേഷന്റെ ഭാഗം നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നിന്നോട് കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞു തരാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് അടുത്ത ദിവസം വരുമ്പോ ഒന്ന് വായിച്ചിട്ട് വരണേ. അടുത്ത ഇതിലേക്ക് വരുമ്പോ ഇക്വേഷനൊക്കെ ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇക്വേഷൻസ് ആണ്. ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരണേ. എങ്കിലും നമുക്ക് അവിടെ ചെയ്യുമ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. 21 ഇക്വേഷൻസ് ഉണ്ട്. എന്താ നോക്കാം. നമ്മൾ നേരത്തെ അവിടെ ഡിഫറൻസിയേഷൻ ചെയ്തിരുന്നു, എക്സ് റേസ് ടു n. അതായത് ആദ്യമേ പറയട്ടെ, നമ്മൾ ഡിഫറൻസിയേഷൻ എന്താണോ ചെയ്തത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇന്റഗ്രേഷൻ വരുന്നത്. അപ്പൊ ഈ ഡിഫറൻസിയേഷൻ പഠിച്ചിട്ട് നമ്മൾ ഇന്റഗ്രേഷൻ പഠിക്കുന്നത്. അപ്പൊ ഡിഫറൻസിയേഷൻ സെക്ഷനാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ടോപ്പിക് കഴിഞ്ഞിട്ടില്ല, ഒരു ടോപ്പിക് കൂടി ഉണ്ട്, അതിന് അടുത്ത ദിവസം എടുക്കാം. ഇപ്പൊ ഞാൻ ഈ ഇക്വേഷൻസ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ഈ ഇക്വേഷൻ നോക്കിയാൽ അടുത്ത ദിവസം ക്ലാസ്സുകൾക്ക് നമുക്ക് ഈ ഭാഗം വരുമ്പോൾ നമുക്ക് ഇത് ഇന്നത് ചെയ്യും, ഇന്നത് കിട്ടുന്നുള്ളത് മനസ്സിലാവും. അതുപോലെ കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയിരുന്നോ? മൊത്തം ചെയ്യാൻ സമയം കിട്ടില്ല. എനിക്ക് അസൈൻമെന്റ് കുറെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് 2-3 കണക്കെ ചെയ്തോളൂ. അത് അന്നന്ന് എടുക്കണത് അന്നന്ന് ചെയ്തില്ലെങ്കിൽ പിന്നീട് വരുമ്പോൾ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഒന്നാമത് നമുക്ക് അങ്ങോട്ട് എത്താനായിട്ട് ബേസ് ഇത്തിരി കുറവാണ്. അപ്പൊ നമുക്ക് അന്നന്ന് എടുക്കണത് തന്നെ അന്ന് തന്നെ ചെയ്ത് നോക്കണം. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞൊക്കെ മറന്നും പോയിട്ടുണ്ടാവും. പിന്നെ ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ നിന്ന് എങ്ങനെ കിട്ടിയെന്നൊന്നും മനസ്സിലാവില്ല. അപ്പൊ അന്നന്ന് എടുക്കണത് അന്നന്ന് തന്നെ ഞാൻ കുറേശ്ശെ എടുക്കുന്നുള്ളൂ. രണ്ട് ടോപ്പിക്ക്, അതിലത്തെ 2 ക്വസ്റ്റ്യൻ 2 മെത്തേഡ് എടുക്കുന്നുള്ളൂ. അപ്പൊ ആ എടുക്കുന്ന ഭാഗം ശരിക്കും ക്ലിയർ ആക്കിയിട്ട് പോകും. അല്ലെങ്കിൽ അടുത്ത ദിവസം വരുമ്പോൾ ഞാൻ അടുത്തത് പറയുമ്പോൾ ഈ ഭാഗം താഴെ പോകും, പെൻഡിങ് ആയിട്ട് പോകും. അങ്ങനെ പെൻഡിങ് ആയിട്ട് പോകും. പിന്നെ ഒരുമിച്ച് എടുക്കാന്ന് വെച്ചാൽ നമുക്ക് പറ്റില്ല. അപ്പൊ അന്നന്ന് എടുക്കുന്ന ഭാഗം അന്നന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കിയില്ലെങ്കിൽ നേരം കിട്ടിയില്ലെങ്കിൽ അതൊന്ന് വായിച്ചിട്ടെങ്കിലും വരാം. അപ്പൊ പിന്നത്തെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഇത്തിരി കൂടി നമുക്ക് മനസ്സിലാവും, വേഗം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കാം. നമുക്ക് ഇക്വേഷൻസ് നോക്കാം. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരെണ്ണം കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് സാറിന് അയച്ചു കൊടുക്കണേ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ വരുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ്. അല്ല, ഇതുവരെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നില്ല. കാരണം ഇത് ഓട്ടോണമസ് ആക്കിയിട്ടുള്ള ഫസ്റ്റ് ബാച്ച് ഞങ്ങളായിരുന്നു. ബാച്ചിന്റെ ആണല്ലേ? ഇതിന്റെ ഇന്റേണൽ ഒന്നും ഉണ്ടായിരുന്നില്ല?
ഇന്റേണൽ വരുന്നേ ഉള്ളൂ. വരുന്നേ ഉള്ളൂ. ഇത് വെച്ച് ചെയ്യും. അപ്പൊ ഇന്റഗ്രേഷന്റെ നോക്കാം. നേരത്തെ പറഞ്ഞ ഡിഫറൻസിയേഷന്റെ ഓപ്പോസിറ്റ് ആണ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു. ഡിഫറൻസിയേഷൻ എന്തോ ചെയ്യുന്നു അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇന്റഗ്രേഷൻ. ഒന്നും കൂടി ഞാൻ പറഞ്ഞിട്ടാ. നമുക്ക് ഡിഫറൻസിയേഷനിൽ നമ്മൾ ഫസ്റ്റ് ഒരു പവർ ഇക്വേഷൻ പഠിച്ചിരുന്നു. എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് റേസ് ടു 5 ആണെന്നുണ്ടെങ്കിൽ 5 ഇൻറ്റു എക്സ് റേസ് ടു 5 മൈനസ് 1 4 എന്ന്. ഇത് നമ്മൾ ചെയ്തതായിരുന്നു അല്ലെ. ഇവിടെ നടക്കുന്ന ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണോ എൻ, നമുക്കിവിടെ എൻ 5 ആയിരുന്നു, ആ എൻ അങ്ങനെ തന്നെ എഴുതി. എന്നിട്ട് അത് ഇപ്പൊ ഈ എന്നിനെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതി, എക്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതി. അങ്ങനെ ആലോചിച്ച് വെക്കണേ, എക്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതി, അതിനുശേഷം അതിന്റെ പവർ ഒന്ന് കുറച്ചെഴുതി. അപ്പൊ നമുക്ക് 5 എന്നുള്ളത് 4 ആയിട്ട് മാറി. ഇത് ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രേഷൻ ഓഫ്, നമുക്ക് ഇപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുകയാണ് ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രേഷൻ ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാല് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. ഒരു സി എന്തായാലും ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടാവും. ഇന്റഗ്രേഷന്റെ ഏത് ഇക്വേഷൻ എടുക്കുമ്പോൾ ഒരു സി കോൺസ്റ്റന്റ് ടേം ഉണ്ടാവും. അത് അങ്ങനെ പൊക്കോട്ടെ, പ്ലസ് ഇട്ട് സി ഇട്ട് എഴുതി പോയാൽ മതി. ഇവിടെ നമുക്ക് എക്സ് റേസ് ടു എൻ, ഇവിടെ നമുക്ക് എക്സ് റേസ് ടു എൻ ആയിരുന്നു. ഡിഫറൻസിയേഷൻ ചെയ്തപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, എന്നിന്റെ പവർ അങ്ങനെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതി, അതിനുശേഷം ഒന്ന് കുറച്ച് എഴുതി. ഇവിടെ നോക്കിയേ, എന്നിന്റെ പവർ ഒന്ന് കൂട്ടി, ഇവിടെ കുറച്ചു അല്ലെ. ഇവിടെ മൈനസ് ചെയ്ത് നമുക്ക് കുറച്ചു, ഇവിടെ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് കൂട്ടി. ഇവിടെ മൈനസ് ചെയ്ത് സപ്പറേറ്റ് ചെയ്ത് ഇവിടെ നമ്മൾ ആഡ് ചെയ്തു. ഇവിടെ 1 സപ്പറേറ്റ് ചെയ്ത് ഇവിടെ പവർ 1 ആഡ് ചെയ്തു. ഇവിടെ നമ്മൾ ഇതിന്റെ പവർ ആദ്യം തന്നെ പവർ എന്ത് ചെയ്തെന്ന് മൾട്ടിപ്ലൈ ചെയ്തിരുന്നു. ഇവിടെ നമുക്കത് അഡീഷൻ ചെയ്തതിന് ശേഷം അത് ഡിവൈഡ് ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇപ്പൊ നോക്കിയേ, ഇതിന്റെ ഓപ്പോസിറ്റ് അല്ലേ നമ്മൾ ഇവിടെ പറയുന്നത്. ഡെറിവേഷന്റെ കേസിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇവിടെ ഡിവിഷനായി. ഇവിടെ പവർ ഒന്ന് കുറഞ്ഞപ്പോ ഇവിടെ പവർ ഒന്ന് കൂടി. ആ പവർ കൂടിയതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ നേരിട്ട് ആദ്യം ആ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പവർ ഒന്ന് കുറച്ചു. ഇവിടെ പവർ ആദ്യം ഇൻക്രിമെന്റ് ചെയ്തു, അതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഏതൊരു ഇക്വേഷൻ എടുക്കുമ്പോഴും ഇന്റഗ്രേഷന്റെ ഓപ്പോസിറ്റ്, ഡിഫറൻസിയേഷന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇന്റഗ്രേഷൻ വരാം. നിങ്ങൾക്ക് ഇക്വേഷൻ നോക്കാം. അപ്പൊ ഫസ്റ്റ് എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാല് എക്സിന്റെ പവർ ഒന്ന് കൂടി, അതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എൻ പ്ലസ് 1 പ്ലസ് സി എന്ന് കിട്ടി. ഇതാണ് ഫസ്റ്റ് പവർ റൂൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സിന്റെ പവർ ആയിട്ട് വരുന്ന ഇക്വേഷൻ വരുന്നത്. എക്സിന്റെ പവർ ആയിട്ട് ഏത് ടേം ഇന്റഗ്രേറ്റ് ചെയ്താലും ഇതുപോലെ കിട്ടും. ഈ ഇന്റഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞാലേ സിമ്പിളാ. ജസ്റ്റ് അത് ഈ ചെയ്യുന്ന ഈ ഇക്വേഷൻ ഒന്ന് ശരിക്കും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇന്റഗ്രൽ, ഫസ്റ്റ് ഇന്റഗ്രൽ, സെക്കൻഡ് ഇന്റഗ്രൽ, ട്രിപ്പിൾ ഇന്റഗ്രൽ വരെ നമുക്ക് മൾട്ടിപ്പിൾ ഇന്റഗ്രേഷൻ ആയിട്ട് ചെയ്യാൻ പറ്റും. നേരിട്ട് അതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും ആ ഇന്റഗ്രേഷൻ ചെയ്യാനും പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്ന ഭാഗമാണ്. ഇതിന് എന്തായാലും ഒരു എസ്എ ക്വസ്റ്റ്യനിലൊക്കെ വരും, ക്വസ്റ്റ്യൻസ് എന്തായാലും ഉറപ്പാണ്. മെത്തേഡ് വ്യത്യാസം ഉണ്ടാവും, ഇങ്ങനെ സിമ്പിൾ ആയിട്ട് തരില്ല, അതുകൊണ്ട് വലിയ മെത്തേഡ് തരും. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യുന്നതിനാൽ ഈ ഇക്വേഷൻ ആദ്യം പഠിച്ചു വെക്കാം. ഇന്റഗ്രേഷൻ ഓഫ് അടുത്ത ഇക്വേഷൻ ആണ് ഇന്റഗ്രേഷൻ ഓഫ് 1 ഡി എക്സ്. അതായത് ഡിഫറൻസിയേഷനിലെ 1 ഒരു കോൺസ്റ്റന്റ് ടേമിനെ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 0 ആയിട്ട് പോകും. പക്ഷെ ഇന്റഗ്രേഷനിൽ ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് ആ കോൺസ്റ്റന്റ് ടേമിന് പവർ 1 വരും. അതായത് ഇവിടെ 1 ആണെന്നെങ്കിൽ 1നെ എക്സ് ആയിട്ട് എടുക്കും. എക്സിന്റെ പവർ 1 ആണ് ഇവിടെ. അപ്പൊ ഇതെന്തായി, ഇവിടെ പവർ 0 ആയിരുന്നതിനെ 1 ആക്കി മാറ്റി. ഇത് ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്തത് എക്സ്പോണന്റ് ഫംഗ്ഷൻ ഡിഫറൻസിയേഷൻ ചെയ്താലും ഇന്റഗ്രേഷൻ ചെയ്താലും ആ വാല്യൂ തന്നെ ആയിരിക്കും. അതായത് ഇയുടെ പവർ എക്സ് മാത്രമുള്ള കേസിൽ കേട്ടോ, ഇയുടെ പവർ എക്സ് മാത്രമുള്ള കേസിൽ അതിന് ഇന്റഗ്രേഷൻ ചെയ്താലും ഡിഫറൻസിയേഷൻ ചെയ്താലും ഇ റേസ് ടു എക്സ് തന്നെയായിരിക്കും. ഇനി അടുത്തത് 1/x. 1/xനെ, അതായത് ലോഗ് എക്സിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 1/x കിട്ടും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് 1/xനെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ലോഗ് എക്സ് കിട്ടും. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി വരുന്നത് എ റേസ് ടു എക്സ് ഇൻറ്റു ഡി എക്സ്. എ റേസ് ടു എക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ ലോഗ് എ കിട്ടും. എ റേസ് ടു എക്സ് ഇന്റഗ്രേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ ലോഗ് എന്ന് കിട്ടും. അതുപോലെ 1/√x ആണെന്നുണ്ടെങ്കിൽ 2√x എന്ന് കിട്ടും. സൈൻ എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസസ്. നേരത്തെ ഓപ്പോസിറ്റ് ആയിരുന്നു. നേരത്തെ കോസസ് ചെയ്യുമ്പോഴായിരുന്നു നമുക്ക് മൈനസ് സൈനസ് കിട്ടിയിരുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരിക. ഇവിടെ ചിഹ്നം മാത്രമേ മാറുന്നുള്ളൂ. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസസ് തന്നെയാണ്, കോസസ് എന്ന് പറഞ്ഞാൽ സൈനസ് തന്നെയാണ്. പക്ഷെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ കോസ് എക്സിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. ഇവിടെ സൈൻ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് എക്സ് എന്ന് കിട്ടും. ഇതാണ് തമ്മിലുള്ള ഡിഫറൻസ്. അതുപോലെ ടാൻ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ലോഗ്
സീക്ക് എക്സ് ആണ്. അതുപോലെ കോട്ടെക്സിന് ലോഗ് സൈൻ എക്സ് ആയിരിക്കും. സീക്ക് എക്സ് ആയിരിക്കും ഉള്ളത് ആണല്ലേ. ഇത് കൊസീക്ക് ആണ് കേട്ടോ, മാറിപ്പോയതാണ്. ഇത് കൊസീക്ക് ആയിരിക്കും. സീക്കിനെ സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കിട്ടും. കൊസീക്കിനെ കൊസീക്ക് മൈനസ് കോട്ടെക്സ് കിട്ടും. സി സ്ക്വയർ എക്സ് ആണെങ്കിൽ ടാൻ എക്സ് ആയിരിക്കും. കൊസീ സ്ക്വയർ എക്സ് ആണെങ്കിൽ ഇവിടെ മൈനസ് കോട്ടെക്സ് കിട്ടും. പിന്നെ വരുന്നത് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്ന് പറയുമ്പോൾ സീക്ക് എക്സ് ആയിരിക്കും. കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ടെക്സ് എന്ന് പറയുന്നത് മൈനസ് കൊസീക്ക് എക്സ് ആയിരിക്കും. പിന്നെ ഒരു ഇതുപോലത്തെ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ഉണ്ട്. അതായത് 1/√1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞത് സൈൻ ഇൻവേഴ്സും, അതുപോലെ തന്നെ അതിന് മൈനസ് ഓഫ് കോസ് ഇൻവേഴ്സും വരും. അത് രണ്ട് ആൻസർ ഉണ്ട് അതിന്. 1/√1 മൈനസ് എക്സ് സ്ക്വയർ രണ്ട് ആൻസർ ആണ്. ഒന്ന് സൈൻ ഇൻവേഴ്സ് എക്സ് എന്നും ഒന്ന് മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്നും കിട്ടും. അതുപോലെ 1/1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നും പറയും കിട്ടും. ഇതിനൊക്കെ രണ്ട് ഇക്വേഷൻ ഉണ്ട്. മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഈ 1/x√x²-1 ആണെന്നുണ്ടെങ്കിൽ അത് സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് ആയിരിക്കും. അതുപോലെ മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് ആയിരിക്കും. ഇനി വരുന്നത് 1/a² പ്ലസ് എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 1/a ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് എ. ഇവിടെ മൈനസ് 1/√a² മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ പ്ലസ് സി എന്ന് കിട്ടും. ഇത് സാധാരണ കേസിലാണ്. ഇനി ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ക്ലാസ് ഇന്റർവൽ കൊടുക്കണം. അപ്പൊ എഫ് ഓഫ് എക്സ് ടി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എ ടു ബി ക്ലാസ് ഇന്റർവൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവൽ വരുമ്പോൾ എഫ് ഓഫ് എക്സിനെ ഡിഫറൻസിയേഷൻ ചെയ്ത് ഇന്റഗ്രേഷൻ ചെയ്ത് കിട്ടുന്ന എഫ് ഓഫ് എക്സിന് കൂടെ പവർ മുകളിൽ ബിയും താഴെ അപ്പർ ഇന്റർവെല്ലിൽ ബിയും ലോവർ ഇന്റർവെല്ലിൽ എയും കൊടുക്കുക. അതായത് ആദ്യം എഫ് എക്സിന്റെ സ്ഥാനത്ത് ബി എന്ന് കൊടുക്കുക, അതിനുശേഷം മൈനസ് എക്സിന്റെ സ്ഥാനത്ത് എ എന്ന് കൊടുക്കുക. ഒരു എക്സാമ്പിൾ ഇവിടെ നിൽക്കുന്നത് എക്സ് സ്ക്വയർ ഡി എക്സ്. എക്സ് സ്ക്വയർ ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എസ് ക്യൂബ് ഒന്ന് പവർ കൂടി വരുന്നല്ലോ പറഞ്ഞത്. അപ്പൊ എക്സിന്റെ പവർ 2 ആണ്. 2 + 1 എന്ന് പറയുമ്പോൾ x³ 3 വരും. അതിനുശേഷം ഈ എക്സിന്റെ സ്ഥാനത്ത് ബിയും എയും വാല്യൂ കൊടുക്കുക. അതായത് b³ - 3 എന്ന് വരും, മൈനസ് a³ -/3 എന്ന് വരും. ഇത് നമുക്ക് എന്താ എഴുതാം? b³ - a³/3 എന്ന് എഴുതാം. ഇത്ര വരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ്. പക്ഷേ ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഇനി ഇവിടെ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ എടുത്തു മാത്രമേ ഉള്ളൂ. ഇത് നോട്ട് ചെയ്യുക. ഇത് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് പോകുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. മതി. ബാക്കി ഇത് ഞാൻ എടുത്തിട്ടില്ല. ഇത് ഇപ്പോഴത്തെ ടോപ്പിക് അല്ല. ഇതിവിടെ കിടന്നോട്ടെ, ഞാനിത് അയച്ചു തരാം. അപ്പൊ ഇത് ഇക്വേഷൻസ് ഒന്ന് നോക്കിയിട്ട് വരാം. ഇനി ഇന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കിയേ. ഈ മുന്നേ പറഞ്ഞത് ക്ലിയർ ആണോ? ഈ രണ്ട് പോർഷനെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയസ് ആൻഡ് റേഡിയസ് വെക്ടർ ആൻഡ് ടാൻജന്റും, അതുപോലെ 2 പോളാറിന്റെ കേസും. രണ്ട് ഇക്വേഷൻ പറഞ്ഞിട്ടുള്ളൂ. ആ രണ്ടും ക്ലിയർ ആണോ നോക്കിയേ. ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഇനി ഇതിലൊരു ചെറിയ ടോപ്പിക് കൂടി ഉണ്ട്. അത് അടുത്ത ദിവസത്തോടെ ഇത് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? താങ്ക് യു.